പ്രിയപ്പെട്ടവരെ, നാം എല്ലാം തന്നെ ദിവസം തോറും പല പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രകൃതിക്ഷോഭവും മഹാമാരിയും പലവിധ രോഗങ്ങളും നമുക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. ഇതിലൊക്കെ ഉപരിയായി നാം വളരെ ഭയത്തോടെ കാണുന്ന ഒരു ദുരവസ്ഥയാണ് ലഹരിക്കടിമപ്പെടുന്ന നമ്മുടെ യുവതലമുറ മാത്രമല്ല, ഇന്ന് കൊച്ചുകുട്ടികൾ, അതായത് പ്രാഥമിക വിദ്യാഭ്യാസം നേടാൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മക്കളെയാണ് ഇന്ന് ലഹരി മാഫിയക്കാർ വട്ടമിട്ട് പിടികൂടിയിരിക്കുന്നത്. ഇതിനെതിരെ നാം പ്രതികരിക്കേണ്ടതും അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കേണ്ടതുമായ അവസ്ഥ അതിക്രമിച്ചിരിക്കുകയാണ്. കേരളം ഇന്ന് ലഹരിയുടെ കാണാക്കയങ്ങളിലേക്ക് കൂപ്പുകുത്തി വീണ് തകർന്നടിഞ്ഞ് നാശമായിക്കൊണ്ടിരിക്കുന്ന ദുരവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത്. ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന ലഹരി സാമഗ്രികളുടെ ഉപയോഗത്താൽ കേരള ജനത മാനുഷിക മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ട് അതിദയനീയവും ദാരുണവുമായ നാശത്തിൻ്റെ പടുകുഴിയിലെത്തിയിരിക്കുകയാണ്. പ്രൈമറി തലം മുതൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഓഫീസുകൾ വരെ ലഹരിയുടെ ഉപയോഗം വ്യാപിച്ചു തുടങ്ങി എന്നതാണ് ദുഃഖകരമായ സത്യം. അതിശീഘ്രം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ലഹരിയുടെ ഉപയോഗം. സ്കൂൾ വിദ്യാർത്ഥികൾ സ്വയം അറിയാതെ ഇതിലകപ്പെട്ടു പോകുകയാണ്. അവിടെയാണ് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സമൂഹത്തിൻ്റെയും കണ്ണെത്തിപ്പെടേണ്ടത്. സ്നേഹവും സുരക്ഷിതത്വവും ലഭിക്കുന്ന കുടുംബങ്ങളിൽ നിന്നും വരുന്ന മക്കളും അതിവിദഗ്ധമായി വലവീശിപ്പിടിക്കുന്ന ലഹരി മാഫിയകളുടെ ചതിക്കണിയിൽ പെട്ടു പോവുകയാണ്. ചുറ്റിലും ഇങ്ങനെയുള്ളവരുണ്ടെന്നുള്ള ബോധവൽക്കരണം കുട്ടികൾക്ക് നൽകുവാൻ രക്ഷിതാക്കൾ വളരെയേറെ ശ്രദ്ധിക്കണം. രക്ഷിതാക്കളുടെ കണ്ണും മനസ്സും തങ്ങളുടെ മക്കൾക്കൊപ്പം സദാസമയവും ഉണ്ടായിരിക്കണം. തങ്ങൾക്ക് വേണ്ടതൊക്കെ നൽകാനും തങ്ങൾക്ക് പറയാനുള്ളത് പറയാനും കേൾക്കാനും മനസ്സിലാക്കി കൂടെ നിൽക്കാനും രക്ഷകരായും കൂട്ടുകാരായും രക്ഷിതാക്കൾ ഉണ്ടെന്ന ധൈര്യവും ആത്മവിശ്വാസവും കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ രക്ഷിതാക്കൾ ബോധവാന്മാരാകണം. അങ്ങനെയുള്ള കുടുംബത്തിൽ നിന്നും വരുന്ന കുട്ടികളെ വഴിതെറ്റിക്കാൻ അത്ര എളുപ്പം സാധിക്കില്ല. തെറ്റേത് ശരിയേത് എന്നുള്ള ബോധം ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളിൽ വളർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ സമൂഹത്തിലെ നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് ശരിയായ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള പ്രാപ്തി അവരിലുണ്ടാകും. സ്കൂൾ പരിസരങ്ങളാണ് ലഹരിയുടെ താവളങ്ങൾ. മായാജാലക്കാരെ പോലെയാണ് ഇവർ കുട്ടികളെ തങ്ങളുടെ വലയിൽ വീഴ്ത്തുന്നത്. അവിടെ അധ്യാപകർ ജാഗരൂകരായിരിക്കണം. വിദ്യാലയത്തിലേക്ക് എത്തുന്ന കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകുന്നതിനൊപ്പം തന്നെ അവരെ നേർവഴിയെ നടത്തേണ്ട ഉത്തരവാദിത്വവും അധ്യാപകർക്കുണ്ട്. വീടും വിദ്യാലയവും മാത്രമല്ല ഒരു കുട്ടി കടന്നു പോകുന്നത്, സമൂഹത്തിലൂടെയുമാണ്. സാമൂഹ്യ ജീവിയായ മനുഷ്യൻ ദിവസേന പലരുമായും ഇടപഴകുന്നു. ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൂട്ടുകാർ ഒരു ഘടകമാണ്. ആരൊക്കെയായിട്ടാണ് കൂട്ടുകൂടുന്നത്, എവിടെയൊക്കെയാണ് പോകുന്നത് എന്നുള്ള കാര്യവും രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കണം. ദിവസേന അവരുടെ ഓരോ കാര്യങ്ങളിലും ശ്രദ്ധ വേണം. അങ്ങനെ ശ്രദ്ധിക്കുന്നത് നല്ല രീതിയിലായിരിക്കണം. കുട്ടികൾക്ക് അരോചകമാകുന്ന വിധത്തിലാകാതെ ശ്രദ്ധിക്കണം. സ്കൂൾ വിട്ട് വരുന്ന കുട്ടിയോട് സൗഹൃദപരമായി അന്നത്തെ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കുന്ന ശീലം രക്ഷിതാക്കൾ നിർബന്ധമാക്കണം. കുട്ടിയുടെ ആവശ്യങ്ങൾക്ക് പണം നൽകുമ്പോൾ എന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആവശ്യത്തിന് വേണ്ടത് മാത്രം കൊടുക്കുക, അതേപ്പറ്റി ചോദിക്കുക. ഇതൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ കുട്ടികളോട് പരുഷമായി ഇടപെടാതെ നോക്കണം. വീട്ടുകാര്യങ്ങളെ പറ്റിയും കുട്ടികളുമായി ചർച്ച ചെയ്യുമ്പോൾ തൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതിയെപ്പറ്റി അവരിൽ ഒരു ബോധം ഉണ്ടാകും. വളർന്നു വരുന്ന പുതുനാമ്പുകളുടെ കൂമ്പ് കരിച്ച് അവരെ ഒന്നിനും കൊള്ളാത്തവരാക്കി സമൂഹത്തെ നാശോന്മുഖമാക്കി നാട്ടിൽ അരക്ഷിതത്വം വളർത്തിയെടുത്തുകൊണ്ട് അധ്വാനിക്കാതെ സ്വന്തം കീശ വീർപ്പിച്ച് മുതലാളിമാരായി ദൂർത്തടിച്ച് ഉല്ലസിച്ച് ജീവിക്കണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ലഹരി മാഫിയ എന്ന ദുർഭൂതത്തെ ഉന്മൂലനം ചെയ്യാൻ കേരള ജനതയൊന്നാകെ ഒറ്റ
ഒറ്റക്കെട്ടായി ജാഗരൂകരായി രംഗത്തിറങ്ങണം. ഇക്കാര്യത്തിൽ എല്ലാ മനുഷ്യർക്കും ഒരേ ചിന്തയായിരിക്കണം. നമ്മുടെ തലമുറയെ, നാടിനെ തകർക്കുന്ന ലഹരി എന്ന പിശാചിനെ ഈ മണ്ണിൽ പണം വിടർത്തിയാടാൻ ഒരിക്കലും അനുവദിക്കില്ലെന്നുള്ളതായിരിക്കണം ആ ലക്ഷ്യം. ജാതി മത വർഗ വർണ്ണ ലിംഗഭേദമില്ലാതെ ഇതിനെതിരെ പൊരുതണം നമ്മൾ. അധികാരികളും ഉണർന്ന് പ്രവർത്തിക്കണം. ഉൾക്കാഴ്ചയുള്ള, ദീർഘവീക്ഷണമുള്ള, ഉത്തരവാദിത്ത ബോധമുള്ള സമൂഹം നമ്മുടെ നാടിനെ ലഹരിയുടെ നീരാളിക്കരങ്ങളിൽ നിന്നും രക്ഷിച്ചേ മതിയാകൂ. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ അതിവേഗം വികസിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തെ നാശത്തിന്റെ അഗാധ ഗർത്തത്തിലേക്ക് നയിക്കുകയാണ് ലഹരി മാഫിയകൾ. അതിനൊരു അറുതി വരുത്തിയില്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറയെ അറിഞ്ഞുകൊണ്ട് സർവനാശത്തിലേക്ക് നയിക്കുകയാണ് നമ്മളാകും സമൂഹം. മുഖം നോക്കാതെ തെറ്റിനെതിരെ പൊരുതണം. കർശനമായ നിയമങ്ങളും കടുത്ത ശിക്ഷയും നടപ്പാക്കിയെങ്കിൽ മാത്രമേ ഈ മാഫിയയെ കേരള മണ്ണിൽ നിന്നും പാടെ തുടച്ചു നീക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് പരമാർത്ഥം. ഇതിനായി സത്വര നടപടികൾ അധികാരവർഗം സ്വീകരിച്ച് നടപ്പിലാക്കേണ്ടിയിരിക്കുന്നു. രക്ഷിതാക്കൾ, അധ്യാപകർ, സമൂഹം, ഭരണകൂടം ഇവ ഐക്യത്തോടെ നിന്നുകൊണ്ട് വേണം പ്രവർത്തിക്കണം. സ്വന്തം താല്പര്യങ്ങളിൽ മുഴുകിപ്പോകാതെ മക്കളോടൊപ്പം സമയം ചെലവഴിച്ച് അവരുടെ കാര്യങ്ങൾ ശരിയായ രീതിയിൽ യഥാസമയം അറിയുകയും ഇടപെടുകയും വേണം രക്ഷിതാക്കൾ. മക്കൾക്ക് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും യഥാവസരം നൽകി അവർക്കൊപ്പമുണ്ടെന്ന് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള സമീപനം രക്ഷിതാക്കൾക്കുണ്ടാവണം. അധ്യാപകർക്കും വളരെയേറെ ഉത്തരവാദിത്തമുണ്ട്. മക്കളോടൊപ്പം അവരുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് പെരുമാറാനും പ്രവർത്തിക്കാനും രക്ഷിതാക്കൾ സമയം കണ്ടെത്തിയാൽ സന്തോഷം തേടി കുട്ടികൾ തെറ്റായ വഴിയിലേക്ക് നീങ്ങിപ്പോകില്ല. അവർക്ക് മാനസികോല്ലാസവും ആത്മാഭിമാനവും ഉളവാകുന്ന രീതിയിലും അവരോട് ഇടപഴകണം. അധ്യാപകരും വിദ്യാർത്ഥികൾക്ക് സ്നേഹവും കരുതലും നൽകുന്ന വിധത്തിലുള്ള സമീപനമായിരിക്കണം. തങ്ങളുടെ ആവശ്യങ്ങളും പ്രയാസങ്ങളും പങ്കുവയ്ക്കാനുള്ള ഒരിടമായിരിക്കണം അധ്യാപകരും. വിദ്യാർത്ഥികളുടെ സർഗാത്മകപരമായ കഴിവുകൾ കണ്ടെത്തി അവരുടെ അഭിരുചികൾക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സൗകര്യങ്ങൾ വിദ്യാലയങ്ങളിൽ ഉണ്ടായിരിക്കാൻ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കുക. കലാകായിക സാഹിത്യ സംഗീത നിർമ്മാണ പ്രവർത്തനങ്ങൾ, സ്കൗട്ട് ആൻഡ് ഗൈഡ്, NSS, NCC എന്നിവയിലൊക്കെ വിദ്യാർത്ഥികളെ സജീവമാക്കുമ്പോൾ അവരുടെ ചിന്തയും മനസ്സും വഴിതെറ്റിപ്പോകില്ല. നാടിൻ്റെ പുരോഗതിക്ക് തുരങ്കം വയ്ക്കുന്ന മനുഷ്യ ജീവിതത്തെ അനുനിമിഷം തല്ലിത്തകർത്ത് കുടുംബ ബന്ധങ്ങളെയും തൂത്തെറിഞ്ഞ് പുളച്ചു മതിക്കുന്ന വൻ മാഫിയ സംഘങ്ങൾക്ക് വളർന്നു പടരാൻ ഈ മണ്ണിൽ അവസരമൊരുക്കരുതെന്ന് ഓരോ പൗരനും പ്രതിജ്ഞയെടുത്തുകൊണ്ട് പ്രവർത്തിക്കണം. നന്മയെ സംരക്ഷിക്കാനും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാനും വേണ്ടി നിശ്ചയദാർഢ്യത്തോടെയും സന്നദ്ധരാകണം. നാട്ടിൽ അരാജകത്വവും അസ്വസ്ഥതകളും വാരിവിതറുന്ന മാഫിയ സംഘങ്ങളെ നിയമത്തിന്റെ പിൻബലത്താൽ അടിച്ചമർത്തുക തന്നെ വേണം. ജനം ഒറ്റക്കെട്ടായി അണിനിരന്ന് നാടിനെ ഗ്രസിച്ചിരിക്കുന്ന ഈ മഹാവിപത്തിനെ ചെറുത്തു തോൽപ്പിച്ചില്ലെങ്കിൽ മുരടിച്ച മനസ്സും ശരീരവുമായി പേക്കോലങ്ങളെ പോലെ വരും തലമുറ ആർക്കും ഉപകാരമില്ലാതെ ഉപദ്രവകാരിയായി അലഞ്ഞു തിരിയുന്ന ദയനീയമായ കാഴ്ച നാം കാണേണ്ടി വരും. അത് വേണോ? നിങ്ങൾ ചിന്തിക്കൂ, ഉണർന്ന് പ്രവർത്തിക്കുക.